ഗുകേഷുമായുള്ള മത്സരത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസൺ എക്സിൽ കുറിച്ചത് യു കം അറ്റ് ദ കിങ്, യു ബസ് നോട്ട് മിസ്. നീ രാജാവിനെതിരെയാണ് വരുന്നത്, നിനക്ക് പിഴയ്ക്കരുത് എന്ന ഒരു വാചകമായിരുന്നു. നോർവേ ചെസ് ടൂർണമെന്റിലെ ആ മത്സരം ഗുകേഷിനുള്ളതായിരുന്നു. തോൽവി ഉറപ്പിച്ച നിമിഷം കുപിതനായി ചെസ് ബോർഡിലിടിച്ച് എന്റെ ദൈവമേ എന്ന് വിളിച്ച് എഴുന്നേറ്റ് പോയ കാൾസന്റെ വീഡിയോ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ആ മത്സരത്തിന്റെ അവസാനത്തെ ഏതാനും മിനിറ്റുകൾ. രാജാവെന്ന് സ്വയം തോന്നിയാൽ തിരുത്തണം എന്നടക്കമുള്ള കമന്റുകൾ വിമർശകർ കുറിച്ചിടുമ്പോഴും ഇതൊരു ഭാഗ്യം മാത്രമായിരുന്നു എന്നാണ് ഗുകേഷിന്റെ പ്രതികരണം. തോൽവിക്ക് പിന്നാലെ കാൾസൺ ക്ലാസിക്കൽ ചെസ് ഉപേക്ഷിക്കാൻ പോകുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഗുകേഷിനോട് തോറ്റത് കാൾസനെ ക്ലാസിക്കൽ ചെസ് ഫോർമാറ്റിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചോ? പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിക്കാം. 2023 സ്റ്റാവഞ്ചറിൽ നടന്ന ഹിക്കാരു നഗമുരയ്ക്കെതിരായ 7ാം റൗണ്ട് മത്സരത്തിന് മുൻപ് നോർവേയിലെ TV2 നൽകിയ അഭിമുഖത്തിൽ ക്ലാസിക്കൽ ചെസ് തനിക്ക് ഒട്ടും രസകരമായി തോന്നുന്നില്ല എന്ന് കാൾസൺ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഞാൻ ക്ലാസിക്കൽ ചെസ് പൂർണ്ണമായും നിർത്തേണ്ടതാണ് എന്നൊരു പ്രസ്താവന കൂടി കാൾസൺ അന്ന് പറയുന്നുണ്ട്. ഈ ഒരു പ്രസ്താവനയാണ് ചെസ് ലോകത്ത് കാൾസന്റെ ഭാവി പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. അന്ന് നഗമുരയ്ക്കെതിരായ 7ാം റൗണ്ട് ക്ലാസിക്കൽ മത്സരം 20 നീക്കങ്ങളിൽ 3-ഫോൾഡ് റിപ്പീറ്റേഷൻ മൂലം സമനിലയിൽ അവസാനിച്ചിരുന്നു. മത്സരവേളയിൽ നഗമുരയ്ക്ക് 1 മണിക്കൂറും 24 മിനിറ്റും ക്ലോക്കിൽ ബാക്കിയുണ്ടായിരുന്നപ്പോൾ കാൾസണ് 1 മണിക്കൂറും 48 മിനിറ്റുമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ആർമഗേഡൻ ഫോർമാറ്റിൽ നടന്ന മത്സരത്തിൽ കാൾസൺ 40 നീക്കങ്ങൾക്കുള്ളിൽ നഗമുരയെ പരാജയപ്പെടുത്തി. ഇതിന് പിന്നാലെയാണ് ക്ലാസിക്കൽ ചെസ്സിനോടുള്ള അതൃപ്തി വെളിപ്പെടുത്തി കാൾസൺ രംഗത്തെത്തുന്നത്. മാഗ്നസും ഞാനും തമ്മിലുള്ള ക്ലാസിക്കൽ മത്സരം ഇനി കാണാൻ 20% മാത്രമേ സാധ്യതയുള്ളൂ എന്ന് നഗമുരയും അന്ന് പറയുകയുണ്ടായി. ശേഷം നോർവേ ചെസ് ടൂർണമെന്റിനിടയിലാണ് വീണ്ടും ആ അതൃപ്തി കാൾസൺ പ്രകടമാക്കുന്നത്. ടൂർണമെന്റിൽ ബാക്കിയുള്ള 3 ക്ലാസിക്കൽ മത്സരങ്ങളിൽ തന്റെ പരമാവധി ശ്രമിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ ഉദ്ദേശം എന്താണ് എന്ന ചോദ്യം കാൾസനെ അലട്ടുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ടൂർണമെന്റിന് ശേഷം ക്ലാസിക്കൽ ചെസ്സിനോടുള്ള തന്റെ സമീപനം വീണ്ടും പരിശോധിക്കുമെന്ന സൂചന കൂടി അദ്ദേഹം നൽകിയിരുന്നു. 2024 തന്റെ ലോക ചാമ്പ്യൻ ടൈറ്റിൽ പോലും നിലനിർത്താൻ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ കാൾസൺ ഈ ഫോർമാറ്റ് തന്റെ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമല്ലെന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നതാണ്. കാൾസന്റെ ഈ നീക്കം അറിഞ്ഞ് ഞെട്ടലോടെയാണ് ഗുകേഷ് പ്രതികരിച്ചത്. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, ശരിക്കും ഞെട്ടിപ്പോയി. ഇപ്പോൾ തന്നെ ഇത് പ്രഖ്യാപിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. ക്ലാസിക്കൽ ചെസ് കളിക്കാൻ താല്പര്യമില്ലെന്ന് കാൾസൺ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മറ്റുള്ളവർക്ക് അല്പം ദുഃഖകരമാണെങ്കിലും തീരുമാനം അദ്ദേഹത്തിൻ്റെതാണ്. റൗണ്ട് 7-ൽ ഇന്ത്യൻ താരം അർജുൻ എറിഗൈസിയെ തോൽപ്പിച്ച ശേഷം ബ്രോഡ്കാസ്റ്റർക്ക് നൽകിയ അഭിമുഖത്തിൽ ഗുകേഷ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ക്ലാസിക്കൽ ഫോർമാറ്റിലെ തന്റെ ഭാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നോർവേ ചെസ്സിലെ ബാക്കി 3 മത്സരങ്ങൾ ഞാൻ കളിക്കും, എന്നിട്ട് അടുത്ത വർഷത്തെ ടൂർണമെന്റുകളെക്കുറിച്ചോ മറ്റു ടൂർണമെന്റുകളെക്കുറിച്ചോ എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നായിരുന്നു കാൾസന്റെ പ്രതികരണം. ക്ലാസിക്കൽ ചെസ് താനത്ര ആസ്വദിക്കുന്നില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു. ക്ലാസിക്കൽ ചെസ്സിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുകയാണോ എന്ന ചോദ്യത്തിന് അതെ എന്ന കൃത്യമായ ഒരു ഉത്തരം കാൾസൺ നൽകിയിട്ടില്ല. പക്ഷേ സാധ്യതയുണ്ട് എന്നൊരു സൂചന അദ്ദേഹം നൽകിയിരുന്നു. ഞാൻ എവിടെ ഇരുന്ന് ഒരിക്കലും ക്ലാസിക്കൽ ചെസ് കളിക്കില്ല എന്ന് പറയുന്നില്ല. തോൽവികൾ എപ്പോഴും വേദനാജനകമാണ്. പക്ഷേ ബ്ലിറ്റ്സ്, റാപ്പിഡ് അല്ലെങ്കിൽ ഫ്രീ സ്റ്റൈൽ ഫോർമാറ്റുകളിൽ തോറ്റാൽ അത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ ക്ലാസിക്കൽ ചെസ് കളിക്കാൻ കഴിവില്ലാത്തവനല്ല. പക്ഷേ ഗുകേഷിനോട് തോറ്റപ്പോൾ ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഉദ്ദേശമെന്ന് ചിന്തിക്കാൻ ഇടയായി എന്നും കാൾസൺ പറഞ്ഞു. ക്ലാസിക്കൽ ഗെയിമിലൂടെ ഇത് ആദ്യമായാണ് ഗുകേഷ് മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തുന്നത്. 6ാം റൗണ്ട് മത്സരത്തിൽ ഗുകേഷിനെതിരെ വ്യക്തമായ ആധിപത്യം പുലർത്തിയതിന് പിന്നാലെയാണ് പാളിപ്പോയ നീക്കത്തിലൂടെ കാൾസൺ തോൽവിയിലേക്ക് വഴുതിയത്. ഈ തോൽവി കാൾസന്റെ കിരീട പ്രതീക്ഷകൾക്കും തിരിച്ചടിയാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചെസ് ഇതിഹാസത്തിന്റെ കരിയറിലെ നിർണായക വഴിത്തിരിവാണിത്. റാപ്പിഡ് ബ്ലിറ്റ്സ് ഫോർമാറ്റുകളിലേക്കോ ചെസ്സുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളിലേക്കോ ശ്രദ്ധ തിരിക്കാനുള്ള സാധ്യതയും ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാൾസന്റെ അടുത്ത നീക്കത്തിനായി കാത്തിരിക്കുകയാണ് ചെസ് ലോകം. ചെറുപ്പത്തിൽ തന്നെ തന്റെ അസാധാരണ കഴിവുകൾ കൊണ്ട് ലോകത്തെ ഞെട്ടിച്ച വ്യക്തിയാണ് മാഗ്നസ് കാൾസൺ. 13ാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ കാൾസൺ 2013 മുതൽ ലോക ചെസ് ചാമ്പ്യനായി തുടരുകയാണ്. ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും ഉയർന്ന എലോ റേറ്റിംഗിലെത്തിയ ആളും ഇദ്ദേഹമാണ്. മികച്ച ഒരു ആക്രമണ ശൈലിയാണ് കാൾസൺ പിന്തുടരുന്നത്. അദ്ദേഹത്തിന്റെ തന്ത്രപരമായ കളിശൈലിയും എതിരാളികളെ വിസ്മയിപ്പിക്കുന്ന നീക്കങ്ങളും ചെസ് ലോകത്തെ ഇതിഹാസമാക്കി മാറ്റുകയായിരുന്നു. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഇന്ത്യക്ക് ലഭിച്ച മറ്റൊരു ചെസ് ലോക ചാമ്പ്യനാണ് ഗുകേഷ് ദൊമ്മരാജു എന്ന ഡി ഗുകേഷ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ അവസാന ഗെയിമിൽ നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിനെ കീഴടക്കിയാണ് ഗുകേഷ് ലോക ചെസ് കിരീടം വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ആനന്ദിന്റെ പിൻഗാമി എന്ന പേരിൽ മാത്രമല്ല, ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടിയിരുന്നു ഗുകേഷ്.
22-ാം വയസ്സിൽ ചാമ്പ്യനായ റഷ്യൻ ഇതിഹാസം ഗാരി കാസ്പറോവിന്റെ റെക്കോർഡാണ് ഈ 18-കാരനായ ഗുകേഷ് മറികടന്നത്.